അഗ്നിജാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്ന ഈ സമിതി എപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ ഇടവകയിലുള്ള കുട്ടികൾ അവരുടെ ജീവിത ലക്ഷ്യം കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നതിനും അത് നേടിയെടുക്കുവാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്ന് കൂട്ടായിട്ട് ചിന്തിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടും അല്ലെങ്കിൽ അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ടും ഒക്കെ ആശയവിനിമയം നടത്തുന്നതിനും ഒരു കൂട്ടായ ആലോചനയ്ക്ക് അതുപോലെ തന്നെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ എപ്പോഴും ഒരു കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുന്നതിനുമാണ് ഇവിടെ. യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. നമ്മൾ ഒന്നിച്ചു നിന്നാൽ നാം വിജയിക്കും, എന്നാൽ വിഭജിച്ച് നിന്നാൽ നമ്മൾ വീഴും. ആരാണെന്ന് പറയുന്നത് ഇന്നലെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഒറ്റ കാര്യം മാത്രം പറയും, നിങ്ങൾ എല്ലാവരെയും വന്നവരോട് സന്തോഷം ഈ അനുഭവമാകും, അനുഗ്രഹമാകും. അപ്പോൾ ഇത്തരം ഒരു കാര്യം നല്ലൊരു സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സമിതിയെ ശുശ്രൂഷ സമിതി പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുള്ള ടീച്ചറിനെ ഒരു സ്നേഹത്തോട് കൊടുക്കുകയാണ്. നന്ദിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നതിലൂടെ നിങ്ങൾ ആയിരിക്കുക. ഒത്തിരി പ്രകടമായ നിമിഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും ഈ കാര്യം ഉദ്ഘാടനത്തെ അറിയിക്കുന്നു. താങ്ക് യു ഫോർ ദിസ്. ശുശ്രൂഷ സമിതിയുടെ ലോക പ്രകാശനം ഈ ഒരു എളിയ ചടങ്ങിൽ വെച്ച് നടക്കുകയാണ്. ലോക പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ സാധനം. ഈ ലോഗോയിൽ നമ്മൾ കാണുക നമ്മുടെ ത്രിത്വൈകങ്ങളായ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിത്വൈക ദൈവങ്ങളുടെ രൂപങ്ങളും നമ്മുടെ പ്രവൃത്തികളെ, മാർഗങ്ങളെ തൊടുന്ന ഒരു രൂപമായിട്ടാണ് ഈ ലോഗോ പ്രകാശനം നിർവഹിക്കുന്നത്. ലേണിംഗ് ടുഡേ, ലീഡിംഗ് ടുമോറോ. നല്ലൊരു കഴിവുകളോടെ ലേണിംഗ് ടുഡേ, ഇന്നത്തെ പഠനം നാളത്തെ ഉത്തരവാദിത്വം. SSLC ഫുൾ A+. സമാധാനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട അമലച്ചനെയും ക്ഷണിക്കുകയാണ്. അമലച്ചൻ പ്ലീസ്. SSLC ഫുൾ A പാരന്റുമായി വന്ന് സമ്മാനം. ഈ ഒരു സമ്മാനം നാളേക്കുള്ള ഒത്തിരിയേറെ സമ്മാനങ്ങളായി മാറട്ടെ. കൈയ്യടികൾ വേണം. നേരത്തെ പറഞ്ഞില്ലേ, പ്രോത്സാഹനമാണ് ഏറ്റവും വലിയ സമ്മാനം. നയോമി KS. നോ പ്രോബ്ലം. ഓക്കെ. കാരണം മാതാപിതാക്കളുടെ സപ്പോർട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന്റെ പൈസ കൊണ്ട് നിങ്ങൾക്ക് ആ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതൊക്കെ വളരെ വലിയ അവസരമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനില് ആ രീതിയിലുള്ളവർക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ UCED എന്ന് പറഞ്ഞൊരു പരീക്ഷയാണ്. UCED എന്ന് പറയുന്നത് അത് +2 കഴിഞ്ഞ് നിങ്ങൾക്ക് UCED എന്ന് പറയുന്ന പരീക്ഷ എഴുതാൻ പറ്റും. അതായത് അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ, അതാണ് UCED എന്ന് പറയുന്നത്. അപ്പൊ +2 നിങ്ങൾ പഠിക്കുമ്പോൾ സയൻസ് പഠിക്കുന്നവർക്ക് ഗുണമാണ്. കാര്യം മാത്സിന് കുറച്ച് ക്വസ്റ്റ്യൻ വരും. വലിയ വലിയ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെ കൈപിടിച്ച് നടത്താൻ ഒരു പറ്റം ആൾക്കാർ നമ്മുടെ ഒപ്പം ഉണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നു.